ലോകം മുഴുവൻ വില്ലൻ എന്ന് വിശേഷിപ്പിച്ച ആ മനുഷ്യനെ കേരളത്തിലെ ഒരു ക്ഷേത്രത്തിൽ ദൈവമായി ആരാധിക്കുന്നു എന്ന് പറഞ്ഞാൽ എത്ര പേർ വിശ്വസിക്കും? ഇവിടെ ശ്രീകോവിലുമില്ല, എന്തിനേറെ പറയുന്നു, കണ്ട് പ്രാർത്ഥിക്കാൻ ഒരു വിഗ്രഹം കൂടിയില്ല. മണിനാഥങ്ങളെക്കാൾ ശക്തമായി സംസാരിക്കുന്നത് വിശ്വാസങ്ങളാണ്. നമ്മളെല്ലാവരും പറയാറില്ലേ, ചില ദിവസങ്ങളിൽ രാവിലെ എണീക്കുമ്പോൾ ഒരു മടിപ്പ്, ബിസിനസ്സിനോടൊന്നും താല്പര്യമില്ല, ഉറക്ക കൂടുതൽ, ബുദ്ധിമുട്ടുകൾ, ആരോഗ്യ പ്രശ്നങ്ങൾ എന്നിങ്ങനെ ഏതെങ്കിലും കാര്യങ്ങൾ നിങ്ങൾ ബുദ്ധിമുട്ടുകയാണെങ്കിൽ ഒരു ദിവസം ഈ വിഗ്രഹമില്ലാത്ത ഈ തറയിലേക്ക് നിങ്ങളൊരു പ്രാവശ്യം വരിക. അപ്പൂപ്പനെ, വെറ്റ, അടുക്ക്, കള്ള് എന്നിവ വെച്ച് പ്രാർത്ഥിച്ചാൽ തീരാത്ത പ്രശ്നവുമില്ല, എല്ലാ പ്രശ്നങ്ങൾക്കും ഒരു സൊല്യൂഷനുണ്ട്. ഞാനിപ്പോൾ ഉള്ളത് സൗത്ത് ഇന്ത്യയിലെ തന്നെ ഒരേ ഒരു ദുര്യോധന ക്ഷേത്രമായ പോരുവഴി പെരുവരുത്തി മലനട ക്ഷേത്രത്തിലാണ്. ലോകത്തിൽ ഒരേ ഒരു ക്ഷേത്രത്തിൽ മാത്രമായിരിക്കും ഭഗവാന് വേണ്ടിയിട്ട് കരമൊടുക്കുന്നത്. പാണ്ഡവരെ അന്വേഷിച്ച് ഈ മലമുകളിലെത്തിയ ദുര്യോധനൻ ഒരു സ്ത്രീയോട് കുറച്ച് വെള്ളം ആവശ്യപ്പെടും. ചോദിച്ചത് രാജാവാണെന്നോ കൗരവരാണെന്നോ അറിയാതിരുന്ന ആ സ്ത്രീ കൊടുത്തത് ശുദ്ധമായ കള്ളായിരുന്നു. നന്ദിയോടെ സ്വീകരിച്ച ദുര്യോധനൻ ഇവിടുത്തെ ജനങ്ങൾക്ക് ഭൂമി ദാനം ചെയ്യുകയും അവരുടെ ജീവിതം സുരക്ഷിതമാകട്ടെ എന്ന് അനുഗ്രഹിക്കുകയും ചെയ്യും. ആ നന്ദി ഇന്നും ഈ നാട്ടുകാർ മറന്നിട്ടില്ല. അതുകൊണ്ടാണ് വില്ലൻ എന്ന് ലോകം വിളിച്ച ആ മനുഷ്യനെ ഇന്നും ഈ നാട്ടുകാർ, നമ്മുടെ കൊല്ലംകാർ ദൈവമായി കണക്കാക്കുന്നത്. അപ്പൂപ്പന്റെ മുന്നിൽ വിളക്കും ചന്ദനത്തിരിയും കത്തിച്ചതിന് ശേഷം അവിടെ നിന്ന് കിട്ടുന്ന തേങ്ങ 3 തവണ തലക്കുഴിഞ്ഞ് അടിച്ചു പൊട്ടിക്കും. 3 പ്രാവശ്യം തലക്കിഴിഞ്ഞ് കോഴി നിറച്ച കഴിഞ്ഞതിന് ശേഷം കർപ്പൂരം കത്തിക്കണം. ആവശ്യങ്ങളും ആഗ്രഹങ്ങളും സമർപ്പിച്ചുകൊണ്ട് മലയപ്പൂപ്പനോട് പറഞ്ഞു നടത്തേണ്ട പ്രധാന ഒരു വഴിപാടാണ് മലപൂജ. കേട്ടിട്ടുണ്ടാവുമല്ലോ ഈ പ്രാർത്ഥന. ഈ പ്രാർത്ഥനയിൽ തീരാത്ത പ്രശ്നങ്ങളുമില്ല. നിങ്ങൾക്ക് അനുഭവയോഗമുള്ള ഏത് കാര്യങ്ങളെയും നേടിയെടുക്കുന്നതിനായിട്ട് വരേണ്ട ഒരു ക്ഷേത്രം. നിങ്ങൾ ഏതെങ്കിലും ഒരു ദിവസം ഈ ക്ഷേത്രത്തിൽ വരേണ്ടതായിട്ട് തന്നെ വരും.